ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു എ ന്യൂ സ്വിഗ്ഗി വ്ലോഗ്. അങ്ങനെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് സ്വിഗ്ഗി വ്ലോഗായിട്ട്. സോ ഇന്ന് വെച്ച് ലെങ്തി വ്ലോഗായിരിക്കും കേട്ടോ. സോ നമ്മുടെ ഫസ്റ്റ് ഓർഡർ വന്നിരിക്കുന്നത് ടേസ്റ്റി ഹട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് നിന്നായിരുന്നു. 76 രൂപയുടെ ഓർഡറാണ്. ഏകദേശം അരമണിക്കൂർ റൈഡ് ഉണ്ട് മൊത്തം, അക്കോർഡിംഗ് ടു സ്വിഗ്ഗി. 11.1 കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളൊരു 150ക്ക് പെട്രോൾ അടിച്ചു. എൻ്റെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് പേ ചെയ്തു. നേരെ നമ്മുടെ ഓർഡർ എടുക്കാൻ പോയി. അത് നമ്മുടെ കോവൂര് മെഡിക്കൽ കോളേജ് ഭാഗത്തായിരുന്നു നമ്മുടെ ഓർഡർ പിക്കപ്പ്. സോ നേരെ അവിടെ നിന്ന് എടുത്തു. വലിയ ടൈമൊന്നും വേസ്റ്റ് ചെയ്യേണ്ടി വന്നില്ല, കാരണം ഓൾറെഡി റെഡി ആയിരുന്നു ഞാൻ എത്തിയപ്പോഴത്തേക്ക്, കാരണം പെട്രോൾ അടിച്ചത് കൊണ്ട്. നേരെ പാക്ക് ചെയ്ത് സാധനം എടുത്തു, വണ്ടിയിൽ വെച്ചു ആൻഡ് ലെറ്റ്സ് ഗോ. സോ നല്ല വെയിലുണ്ടായിരുന്നു, ഒരു ഇതും ഉണ്ടായിരുന്നില്ല. നമ്മൾ നേരെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ബീച്ച് റോഡ് കോർട്ടിലേക്കാണ്, കാരണം അത്രയും ലോങ് ആയതുകൊണ്ട് തന്നെ. സോ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു സ്ട്രീറ്റ് ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ. നേരെ നമ്മൾ കൊണ്ടുപോയി ഫുഡ് കൊടുത്തു. അപ്പം തന്നെ നമുക്ക് അൽത്താസിൽ നിന്ന് അടുത്ത ഓർഡർ വന്നിരിക്കുകയാണ്. ഇത് ഏകദേശം 10 രൂപ ബോണസും ഉണ്ട് നമുക്ക്. സോ 30 രൂപ, 1.9 കിലോമീറ്ററേ ഉള്ളൂ. സ്റ്റിൽ ദാറ്റ് വാസ് എ വർത്തി ഓർഡർ. ആൻഡ് ആസ് യു ഓൾ നോ, ഞാൻ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഐ തിങ്ക് സോ സ്വിഗ്ഗി വ്ളോഗിലുണ്ട് തോന്നുന്നു. നേരെ നമ്മുടെ OTP കാര്യങ്ങളെല്ലാം കൊടുത്തു, ഓർഡർ എടുത്തു, വണ്ടിയിൽ വെച്ചു, പാർസൽ കയറ്റി. ആൻഡ് ആസ് യൂഷ്വൽ സെയിം റിപ്പീറ്റഡ് തിങ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ നേരെ വിട്ടു. എടുത്തന്നെ ആയിരുന്നു. ഇതും ഒരു ബാങ്കിലേക്കാണ്. സോ ഞാനത് സ്പെസിഫൈ ചെയ്യുന്നില്ല. സോ ലെറ്റ് ഇറ്റ് ബി എ പ്രൈവസി, റൈറ്റ്. നേരെ കൊടുത്തു. ചെറിയ ഓർഡറാണ്, ഞാൻ ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ. സോ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നില്ല. നമ്മളുടെ ബബ്ലി യു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ നിന്നായിരുന്നു അടുത്ത ഓർഡർ വന്നിരിക്കുന്നത്. 20 റുപ്പീസിൻ്റെ ഓർഡർ ആയിരുന്നു. ആൻഡ് 2.5 കിലോമീറ്റേഴ്സ് ഉണ്ട് മൊത്തം റൈഡ് കേട്ടോ. ആൻഡ് അവിടെ നിന്നും പെട്ടെന്ന് ഓർഡർ ഓൾറെഡി റെഡി ആയതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അവർ റെഡി അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം റെഡി അടിക്കാണ്ട് ഇരിക്കല്ലേ ഹോട്ടലുകാരോട് പറയുക, കാരണം നമുക്ക് അറിയത്തില്ല ഫുഡ് ആയോ ഇല്ലയോ എന്നൊന്നും. സോ നമ്മൾ ആ കൺഫ്യൂസ് ആവും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ, നമ്മൾ കുറ്റപ്പെടുത്തതല്ല. സോ ബബിൾയൂന്ന് നമ്മൾ ഓർഡർ എടുത്ത് പോകുന്നതിൻ്റെ ഇടയിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ആൻഡ് റെയിൽവേ ബ്ലോക്ക് ഉണ്ടായിരുന്നു, നല്ല റെയിൽവേ ബ്ലോക്ക് ആയിരുന്നു. 2 ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആൻഡ് ദ ബാഡ് പാർട്ട് ഈസ് ദാറ്റ് നമ്മുടെ GoPro വീണ്ടും ഡെഡായിരിക്കുകയാണ്. സോ ഈ ഡെലിവറീൻ്റെ ഫിനിഷിംഗ് പോയിൻറ്റും അതേപോലെ തന്നെ ഒരു കംപ്ലീറ്റ് ഡെലിവറിയാണ് നമുക്കിതിൽ വ്ളോഗിൽ മിസ് ഔട്ട് ആയിരിക്കുന്നത്. സോ ഹാപ്പി കപ്പ് എന്നൊരു 20 രൂപേൻ്റെ ഓർഡറും കൂടി ഉണ്ടായിരുന്നു. ചെറിയ ഓർഡറായിരുന്നു, കൂടുതൽ കാണിക്കാൻ മാത്രമൊന്നുമില്ല, പക്ഷേ തലവേദനയായിരുന്നു. 20 രൂപയായിരുന്നു. സോ നമ്മളൊരു നെയിൽ കട്ടർ വാങ്ങിയിട്ട് നമ്മുടെ ക്യാമറ ഒന്ന് ബാറ്ററി പുൾ ഔട്ട് ചെയ്തു. അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഓണാക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പം തന്നെ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിരുന്നു. നമ്മുടെ കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററിൽ നിന്നായിരുന്നു. അതും നമ്മുടെ ബീച്ച് സൈഡുള്ള. യൂഷ്വലി ബീച്ച് സൈഡ് ഓർഡേഴ്സ് എനിക്ക് കുറവാണ്, കാരണം ഞാൻ മാവൂർ സൈഡിൽ നിന്ന് വരുന്നതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഓണാക്കാറ്. വളരെ അപൂർവമായിട്ടാണ് അവിടുന്ന് കിട്ടാറ്. നമ്മളവിടെ ചെന്നു, ഓർഡർ ഓൾറെഡി റെഡി ആയിരുന്നു. സോ വെയിറ്റ് ചെയ്തിട്ടൊന്നും വന്നില്ല. ഐ തിങ്ക് സോ 2 ബിരിയാണി ഇട്ടായിരുന്നു. അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ നേരെ വണ്ടി എടുത്തു. അതൊരു സ്വിഗ്ഗിയിലെ ഡ്രൈവർ തന്നെയാണ്. സോ സ്വിഗ്ഗി കൊളീഗ്സിനെ കാണുമ്പോൾ നമുക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഇതൊരു ഹോട്ടലിലേക്കായിരുന്നു. ഇറ്റ്സ് എ റിയലി ഓൾഡ് ഹോട്ടൽ, ബട്ട് ഇൻറ്റീരിയർ വൈസ് ഒരു വിൻറ്റേജ് കട്ടൊക്കെ ഉള്ള അടിപൊളി ഹോട്ടലായിരുന്നു കേട്ടോ. എനിക്ക് കാണിക്കാൻ പറ്റായിട്ടാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ടോപ്പ് ഫോം SM സ്ട്രീറ്റിൽ നിന്ന് നമ്മൾ അടുത്ത ഓർഡർ അടിച്ചിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് വാസ് 20 റുപ്പീസ് ഓർഡർ, ബിലോ 5 കിലോമീറ്റേഴ്സ് ആസ് യൂഷ്വൽ. 1.8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ വെയിറ്റ് ചെയ്തില്ല, പെട്ടെന്ന് എടുത്തു. 20 രൂപയാണ്ട് പെട്ടെന്ന് നമ്മൾ തീർക്കും. നേരെ ചെന്നു, ഓർഡർ കൊടുത്തു. ഇതിന് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അറിയാത്ത ലൊക്കേഷനൊന്നുമല്ല.
അത് കഴിഞ്ഞ് ഇറങ്ങാനൊന്നും സമയം കിട്ടിയില്ല. അപ്പം തന്നെ നമുക്ക് പിള്ളേഴ്സ് സ്നാക്സിൽ നിന്ന് 21 രൂപയുടെ ഓർഡർ അടിച്ചു. നേരെ അവിടെ ചെന്നു നമ്മൾ ഓർഡർ എടുത്തു. ഇറ്റ് വാസ് 3.6 കിലോമീറ്റേഴ്സ്. ടൈമൊന്നും വേസ്റ്റ് ചെയ്തില്ല. നേരെ നമ്മൾ ഓർഡർ എടുക്കാൻ പോയി. ആൻഡ് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ലൊക്കേഷൻ വാസ് കറക്റ്റ്. നേരെ വീടിൻ്റെ ഒരു മിനിറ്റിന് അവരുടെ എത്തിച്ചു തന്നു. താങ്ക്സ് ലോട്ട്. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ ചെറിയൊരു സോഡ എല്ലാം കുടിച്ചു. ആസ് യൂഷ്വൽ ജീരക സോഡയോ അങ്ങനെ എന്തെങ്കിലും കുടിക്കും ഞാൻ, കാരണം അത്രയും വർക്കൗട്ട് ചെയ്തിട്ട്. പിന്നെ അതേപോലെ തന്നെ 5 മിനിറ്റ് റെസ്റ്റ് എടുത്തു. ദെൻ നമ്മൾ വീണ്ടും ഓണാക്കിയപ്പോൾ തന്നെ ഫസ്റ്റ് ഇൻസ്റ്റാമാർട്ട് ഓർഡർ അടിച്ചിരിക്കുകയാണ്. ഇനി അങ്ങ് പൂരമാണ് ഇൻസ്റ്റാമാർട്ടിൻ്റെ. നമ്മുടെ ഫസ്റ്റ് ഓർഡർ വന്നിരിക്കുന്നത് 28 രൂപയുടെ 5.5 കിലോമീറ്ററാണ്. ഇത് നമ്മുടെ പഴയ ഇൻസ്റ്റാമാർട്ടിൽ നിന്നാണ്. ഐ മീൻ ഫസ്റ്റ് ഇൻസ്റ്റാമാർട്ട് കോഴിക്കോടുള്ള. ആൻഡ് അവിടെ നമ്മൾ ഓർഡർ എടുത്തു. ഒരു ബാഗും കിട്ടി അതിൻ്റെ കൂടെ. നമ്മളൊന്നും ടൈമൊന്നും വേസ്റ്റ് ചെയ്തിട്ടില്ല. പുതിയ സ്റ്റാൻഡ് ഭാഗത്തേക്ക് നമ്മൾ വീണ്ടും എത്തി. ഞാൻ യൂഷ്വലി പുതിയ സ്റ്റാൻഡ് നിൽക്കാറില്ല, കാരണം പുതിയ സ്റ്റാൻഡ് ഇപ്പം സത്യം പറഞ്ഞാൽ എല്ലാവരും ഫ്ലഡഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണ്. അവിടെ നിന്ന് ഇറങ്ങിയപ്പം യൂഷ്വലി അടിക്കാത്ത ഒരു ഓർഡർ നമുക്ക് അടിച്ചത് നമ്മുടെ ലുലു മോളിൻ്റെ അടുത്തുള്ള ഇൻസ്റ്റാമാർട്ടിൽ നിന്നായിരുന്നു ഓർഡർ അടിച്ചത്. സോ ഒന്നും നോക്കിയില്ല, നേരെ 4.1 കിലോമീറ്റർ ഉണ്ട് അക്കോർഡിംഗ് ടു ഓർഡർ, ബട്ട് അങ്ങോട്ട് ചെല്ലാൻ കുറച്ചുണ്ട്. സോ 20 രൂപേൻ്റെ ഓർഡർ ആയിരുന്നു. നേരെ ചെന്നു ആൻഡ് അവിടെ നിന്ന് അറ്റൻഡ് ചെയ്തു. സോ ഇറ്റ് വാസ് മൈ സെക്കൻഡ് ഐ തിങ്ക് സോ ഈ ഒരു ഓർഡർ. നമ്മളത് എടുത്തു. 21 രൂപേൻ്റെ ഓർഡർ. പെട്ടെന്ന് ചെല്ലാനൊന്നും പറ്റിയില്ല, കാരണം അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. ലുലു മോളിൽ നല്ല ബ്ലോക്കാണ്. അത്രയും പോലീസുകാർ നിന്നിട്ടാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആൻഡ് അവർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. മുന്നിലൊരു ലിമിറ്റഡ് ബസ്സാണെങ്കിലും ഞാനൊരു ധൈര്യത്തിൽ അങ്ങ് എടുത്തതാണ്. ഞാൻ ആരോടും പറയുന്നില്ല അങ്ങനെ എടുക്കാൻ. ഇറ്റ്സ് റിയലി സ്കെയറി. യൂഷ്വലി എൻ്റെ വിചാരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ബാഗ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാം. സോ ഞാൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വന്ന് ആ ബാഗ് തിരിച്ച് അവിടെ തന്നെ കൊടുത്തു സെക്യൂരിറ്റീൻ്റെ കയ്യിൽ. ആൻഡ് നമ്മൾ 21 കിലോമീറ്ററിൻ്റെ റൈഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ വേർത്തിയല്ല, ബട്ട് സ്റ്റിൽ നമ്മളത് വേർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പുള്ളിക്കാരൻ ഓൾറെഡി റെഡി ആയിരുന്നു മേടിക്കാൻ. നമ്മൾ നമ്മുടെ ബാഗ് വീണ്ടും തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് തന്നെ വെച്ചു. പുതിയ ഒരു ബാഗ് കൊടുത്തു, അടുത്ത ബാഗ് വന്നു. ഓക്കെ, ബട്ട് സ്റ്റിൽ അടുത്ത ഓർഡറും ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം ഇറ്റ്സ് ഓൾസോ ഇൻസ്റ്റാമാർട്ട്. യെസ്, എനിക്ക് ഇഷ്ടമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാമാർട്ട് ഓർഡേഴ്സ്, കാരണം 20-23 രൂപയുടെ ഓർഡേഴ്സ് ആയിരിക്കും മിക്കതും. പ്രത്യേകിച്ച് ഫ്ലോട്ടിംഗ് ക്യാഷ് ഒന്നും വന്നിട്ടില്ല, അതന്നെ വലിയൊരു കാര്യം. ആൻഡ് സെയിം ഇവിടെ നിന്ന് തന്നെയായിരുന്നു, ഔട്ട്ലെറ്റിൽ നിന്ന് തന്നെയായിരുന്നു. സോ ഞാൻ ടൈമൊന്നും വേസ്റ്റ് ചെയ്തില്ല, നേരെ നമ്മൾ അതിലേക്ക് ചെന്നു. ആൻഡ് നമ്മൾ ബാഗ് എടുത്തു, നമ്മളെ പഴയ ബാഗ് എടുത്ത് അങ്ങോട്ട് കൊടുത്തു. ആൻഡ് നമ്മളൊന്നും നോക്കിയില്ല, അതിലേക്ക് നമ്മുടെ ചെറിയ ബാഗ് എടുത്തു. ദാറ്റ് മീൻസ് അവർ തരുന്ന ബാഗ് ആയതുകൊണ്ട് കുഴപ്പമില്ല. യൂഷ്വലി അവർ റിക്വസ്റ്റ് ചെയ്യിടയ്ക്ക് കസ്റ്റമേഴ്സ്, അത് കുറച്ച് തലവേദനയാണ്. യു ഗൈസ് ഡോണ്ട് റിക്വസ്റ്റ് ദിസ്. നേരെ ചെന്നു, ഈസി ആയിരുന്നു. 23 രൂപീസിൻ്റെ ഓർഡർ ആയിരുന്നു. 4.9 കിലോമീറ്റർ ജസ്റ്റ് മിസ്സാണ്. 5 കിലോമീറ്ററിൻ്റെ നമുക്ക് 25 രൂപയാണ്. 6 രൂപേൻ്റെ നഷ്ടമുണ്ടായി, ബട്ട് സ്റ്റിൽ സോ നമ്മുടെ അടുത്ത 23 രൂപയുടെ ഇൻസ്റ്റാമാർട്ട് ഓർഡർ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ചെറിയ വൈമാനം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ നേരെ ഇൻസ്റ്റാമാർട്ടിൽ ചെന്നു. 23 രൂപേൻ്റെ ഓർഡർ. ഇത് 4.4 കിലോമീറ്ററാണ്. നമുക്ക് പ്രത്യേകിച്ചൊന്നും തിരിച്ചു കൊടുക്കാനില്ല, പക്ഷേ നമുക്ക് ഇപ്രാവശ്യം തിരിച്ചു കൊടുക്കാനുള്ളതെല്ലാം ഒപ്പിച്ച് തന്നിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമില്ല ഇങ്ങനെ തിരിച്ച് വന്നിരുന്ന പരിപാടി. നേരെ പാക്ക് ചെയ്തു, നമ്മളെ വണ്ടിയിൽ സേഫ് ആൻഡ് സെക്യൂർ ആക്കി നേരെ നമ്മൾ ഇറങ്ങി. സോ എനിക്ക് ഓൾറെഡി 6 രൂപ പോയതിൻ്റെ നഷ്ടമുണ്ട്. എനിക്കത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം ഞാൻ അങ്ങനെ ഏറ്റെടുക്കാറില്ല. പിന്നെ പിള്ളേരായതുകൊണ്ട് ജസ്റ്റ് കൺജസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ നേരെ ഈ ഒരു ഓർഡർ കൊടുത്തു, ഒന്നും നോക്കിയില്ല. നമ്മളുടെ ND ഫിൽറ്റർ അങ്ങ് ഊരി, കാരണം സമയം 6 മണിക്ക് ശേഷം ഞാൻ ND ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കാണില്ല. ആൻഡ് യെസ്, ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓർഡർ അല്ല, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇൻസ്റ്റാമാർട്ട് ഓർഡർ. അതെ, ഇൻസ്റ്റാമാർട്ട് ഓർഡർ അത്യാവശ്യം 1 2 4 5 ഓർഡറാണ്. സോ ഇൻസ്റ്റാമാർട്ട് ഓർഡർ അടിച്ച് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വണ്ടീനെ പെട്രോളിൽ അടിക്കാൻ പറ്റില്ലല്ലോ. സോ നമ്മൾ അടുത്ത 100 രൂപീസിൻ്റെ പെട്രോൾ അടിച്ച് നമ്മൾ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. അത്യാവശ്യം സങ്കടമുണ്ട് ഇങ്ങനെ ഇൻസ്റ്റാമാർട്ടിലേക്ക് ഇങ്ങനെ പോകുന്നു.
സോ നമുക്ക് നേരത്തെ കിട്ടിയ ബാഗും കൂടി കൊടുക്കാനുണ്ട്. സോ ഞാൻ ബാഗൊന്നും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാമാർട്ടിലേക്ക് ചെന്നു. ആൻഡ് യെസ്, നമ്മുടെ ലാസ്റ്റ് ഇൻസ്റ്റാമാർട്ട് ഓർഡറാണ് ഈ ദിവസത്തെ. സോ നേരെ ചെന്നു, ഓർഡർ എടുത്തു. അതിൻ്റെ ഉള്ളിൽ എത്തിയതിന് ശേഷം ഞാൻ ആലോചിച്ചത് ബാഗ് കൊടുക്കാനുള്ള കാര്യം പറഞ്ഞു. സോ ഞാൻ ഓർഡർ വെച്ചതിന് ശേഷം നേരെ പോയിട്ട് ബാഗ് കൊടുത്തു. മറ്റേ ബാഗ് നല്ല ഹെവി ആയിരുന്നു കേട്ടോ, കിട്ടിയ ബാഗ്. ഞാൻ ഒന്നും നോക്കിയില്ല, നേരെ ചെന്നു ബാഗ് കൊടുത്തു. സോ അപ്പോഴത്തേക്ക് രാത്രി ആയിട്ടുണ്ട്, നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ട്. ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്യുക കുറച്ച് സ്ട്രഗിളാണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ റിട്ടേൺ അടിച്ച് നമ്മളെ പാലത്തിൻ്റെ അടിയിലേക്ക് തന്നു, പുതിയ സ്റ്റാൻഡ് ആരയടുത്ത് പാലം. അപ്പോൾ നമുക്ക് നമ്മുടെ ഗോകുലം മോളിലുള്ള 4 കെട്ട് പായസത്തിൽ നിന്നായിരുന്നു അടുത്ത ഓർഡർ. 20 രൂപേൻ്റെ ഓർഡറാണ്, ചെറിയ ഓർഡറാണ്. പക്ഷേ ഇത് ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു. ഞാൻ നേരെ ചെന്നെത്തിയത് 3rd ഫ്ലോറിലായിരുന്നു. ഞാൻ താഴേക്ക് ഇറങ്ങിയിട്ട് വന്നതാണ്. സോ അത് കുഴപ്പമില്ല, ബട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്തു. ആസ് യൂഷ്വൽ നമ്മൾ VIPs ആണ്. കാരണം ആകെ 10 രൂപയെ കിട്ടുന്നുള്ളൂ. അതിൻ്റെ കൂടെ ഞാൻ ഇവന്മാർക്കും കൂടി പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പോക്കറ്റ് പറയാം. 4 കെട്ട് പായസം കൊണ്ട് നമ്മൾ നേരെ 1.9 കിലോമീറ്റേഴ്സാണ് പോയത്. ആൻഡ് അടുത്ത ഓർഡർ അത് നമ്മുടെ ഇടത്ത് തന്നെയായിരുന്നു. ഇറ്റ്സ് എ റെസിഡൻസി. നേരെ കൊടുത്തു. വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു വിൻറ്റേജ് ടൈപ്പ് ഹോട്ടൽ തന്നെയായിരുന്നു ഇത്. ഐ മീൻ കോഴിക്കോടുള്ള കുറേ ഹോട്ടൽസ് ഒരു വിൻറ്റേജ് ടച്ച് ഉണ്ടാകും, കാരണം അത്രയും പഴക്കമുണ്ട് അതിന്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കിട്ടിയത് അത്യാവശ്യം നല്ല ലോങ് ഓർഡർ ആയിരുന്നു. ഇന്ന് കിട്ടിയില്ല. ഏറ്റവും ലോങ് ആണോ എന്ന് എനിക്കറിയില്ല. ഐ തിങ്ക് സോ ഇതായിരിക്കും ലോങ് ഓർഡർ കിട്ടിയിട്ടുണ്ട്. സോ അതിനെന്താ വെച്ച് കഴിഞ്ഞാൽ റെയിൻ സർജ് ഉണ്ടായിരുന്നു. സോ നമ്മൾ ഡൽഹി കഫേ പഞ്ചാബ് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലാണ്. സംതിങ് പഞ്ചാബി റിലേറ്റഡ് ഫുഡാണ്. 110 റുപ്പീസ് ഉണ്ട്. അത് കൊടുത്തു. അതിൻ്റെ ഇടയിൽ ഓട്ടോക്കാരൻ ചോദിച്ചിരുന്നു മാറ്റാനൊക്കെ. അങ്ങനെ സർജും കിട്ടി, റെയിൻ ബോണസും കിട്ടി. റെയിൻ ബോണസും സർജും കൂടി മാത്രം 30 രൂപ ഉണ്ടായിരുന്നു. ബാക്കിയാണ് നമ്മുടെ ഓർഡർ ഏർണിങ്സ് 80 റുപ്പീസ്. അതങ്ങ് കൊടുത്തു. ഫുഡ് കൊടുത്തതിന് ശേഷം നമുക്ക് റിട്ടേണിങ് ബോണസും കൂടി കിട്ടി. 77 രൂപയായിരുന്നു. ഇറ്റ്സ് എ ബിറ്റ് ലോസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു ജീരക സോഡയും കൂടി കുടിച്ചു. ക്ഷീണം കയറി കുടിച്ചു പോയതാണ്. നമ്മൾ നേരെ എന്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഓർഡർ വന്നിരിക്കുന്നത് ചിക്കിങ്ങിൽ നിന്നായിരുന്നു. അതും അത്യാവശ്യം ലോങ് ഓർഡർ തന്നെയാണ്. 43 രൂപയുടെയാണ്. ലോങ് ഓർഡർ അല്ല, ഒരു മീഡിയം റേഞ്ച് ഓർഡർ. പിന്നെ സർജ് ഉള്ളതുകൊണ്ട് നമുക്ക് ലോങ് ഓർഡറാണ് തോന്നിപ്പോകുന്നത്. മെയിൻ സർജും ഉണ്ടായിരുന്നു, സാധാ സർജും ഉണ്ടായിരുന്നു. സാധാ സർജ് 20 രൂപയാണ് വന്നത്. പ്ലസ് 25 റുപ്പീസ് വേറെ സർജും കൂടി കിട്ടി. ഇത് പറഞ്ഞാൽ ലോട്ടറി അടിച്ച പൊട്ടൻ്റെ പോലെ ആയിരുന്നു. 88 രൂപേൻ്റെ ഓർഡർ ആയിട്ട് തന്നെ നേരെ 88 രൂപേൻ്റെ ഓർഡറും കൊണ്ട് നേരെ ചെന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മുടെ പവർ ബാങ്ക് ഒക്കെ ഡെഡായി, വെള്ളം കയറിപ്പോയി. ഞാൻ ശ്രദ്ധിച്ചില്ല പവർ ബാങ്ക് എൻ്റെ ഫ്രണ്ട് സീറ്റിൽ വെച്ചത്. അവിടെ ഓർഡർ കൊടുത്ത് ഇറങ്ങുമ്പോൾ തന്നെ അടുത്ത ഓർഡർ അടിച്ചു. നമ്മുടെ മെഡിക്കൽ കോളേജിലുള്ള ബർഗർ ലോഞ്ചിൽ നിന്നായിരുന്നു. ഞാൻ ഇതുവരെയായിട്ട് ബർഗർ ലോഞ്ചിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ബട്ട് കിലോമീറ്റർ 9.1 കിലോമീറ്ററാണ്. 88 റുപ്പീസ് തന്നെയാണ്. ബട്ട് നമുക്ക് ഇപ്പം റെയിൻ ബോണസ് മാത്രമേ ഉള്ളൂ, മറ്റേ ബോണസ് ഇല്ല. സോ ഇറ്റ്സ് എ ബിഗ് കൈൻഡ് ഓഫ് ലോസ് ഹിയർ. സോ അത് കഴിഞ്ഞ് അവിടെ നിന്ന് എടുത്തു. നമ്മൾ നേരെ ചെന്നത് അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു. അതായത് പെട്ടെന്ന് കഴിയുന്നു. കുറച്ച് ഇൻസൈഡ് ആയിരുന്നു ലൊക്കേഷൻ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബ്രേക്ലേഴ്സ് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് ഷോപ്പ് നിന്നായിരുന്നു. അവിടെ നിന്ന് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. എൻ്റെ ഫസ്റ്റ് മൊമെൻ്റ് ആണ് എൻ്റെ ഒരു വ്ളോഗ് എടുത്തിട്ട് എൻ്റെ അടുത്ത് ഇത്രയും സന്തോഷത്തോടെ 2 ഹിന്ദിക്കാർ വന്നു. അവർ വ്ളോഗ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇതായിരുന്നു. സോ അവർ പറഞ്ഞ് ചാനൽ പറയുമോ. സോ ഐ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് യു ഗൈസ്. ഹിന്ദിയിൽ ഞാനിപ്പോൾ ചെയ്യുന്നില്ല. കമ്മിങ് സൂൺ ഇൻ ഇൻസ്റ്റഗ്രാമിലായിരിക്കും ചെയ്യുക. അല്ലാണ്ട് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഒന്നാമത്തെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മലയാളത്തിലും ചെയ്യണം, അതേപോലെ തന്നെ ഹിന്ദിയിലും ചെയ്യണം. വേറെ ചാനൽ തുമാര യൂട്യൂബ് അവർക്ക് അങ്ങനെ നമ്മുടെ ചാനലിലെ പേരെല്ലാം കൊടുത്തു. ദേ വാസ് സോ എക്സൈറ്റഡ്. സത്യം പറയാം, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. യൂട്യൂബിലിടല്ലോ എന്നുള്ള ആ ഒരു ചിന്താഗതി. അപ്പോൾ ഞാനൊരു ചാനൽ പേരെല്ലാം ടൈപ്പ് ചെയ്തു.
അത് പറഞ്ഞാൽ എൻ്റെ ചാനലിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ രണ്ടാമത് ടൈപ്പ് ചെയ്തതാണ്. അപ്പോൾ രണ്ടാമത്തെ ആൾക്കും കൂടി എടുത്ത് പുള്ളിക്കാരൻ കുറേ നേരമായിട്ട് അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. യൂഷ്വലി ഞാൻ സബ് ചെയ്തിട്ടൊന്നുമില്ല, അവരെന്നെ സബ് ചെയ്താ കേട്ടോ. സോ ഞാൻ നേരെ എൻ്റെ ബാഗിൽ പാഴ്സലെല്ലാം എടുത്ത് നമ്മുടെ പ്ലേസിൽ നിന്നുള്ള ഓർഡറും കൊണ്ട് 7.7 കിലോമീറ്റേഴ്സ് ഓർഡർ ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് ആണ്. നൈറ്റ് ആൻഡ് സർജ് ഉണ്ടായിരുന്നു 10 രൂപയുടെ, ആൻഡ് നമുക്ക് 25 റുപ്പീസിൻ്റെ റെയിൻ ബോണസും ഉണ്ടായിരുന്നു. സോ അത് നേരെ കൊടുത്തു. അതും കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ പറയുള്ളൂ. ഞാൻ വീടിൻ്റെ മുന്നിൽ ചെന്നിട്ട് ഞാൻ കുറച്ച് കറങ്ങിയിട്ട് ഞാനത് കട്ട് ഓഫ് ചെയ്താണ്. ചുവർപ്പിക്കലായിരുന്നു, ബട്ട് സ്റ്റിൽ ഐ കുഡ് ഹാവ് മാനേജ്. സോ നമ്മൾ നേരെ ഓർഡർ കൊടുത്തു. ആൻഡ് ഐ വാസ് ഫീലിംഗ് സോ പ്രൗഡ് ഇതിന് ശേഷം, കാരണം എനിക്ക് ഇതുവരെയായിട്ട് ആരും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. അത് കഴിഞ്ഞപ്പം നമുക്ക് അടുത്ത ഓർഡർ വന്നിരിക്കുന്നത് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓർഡർ. ഇറ്റ് വാസ് റിയലി ബിഗ് ഓർഡർ. 111 രൂപയുടെ ഓർഡർ ആയിരുന്നു. 12.2 കിലോമീറ്റേഴ്സ് മൊത്തം പോകാണ്ട്. ഓക്കെ, പെട്രോൾ വളരെ കുറവാണ്, അപ്പോൾ ഒരു 100 റുപ്പീസിനും കൂടി അടിച്ചു. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 350 റുപ്പീസിൻ്റെ പെട്രോൾ ഞാൻ ഓൾറെഡി അടിച്ചു കഴിഞ്ഞു. അപ്പോൾ 350 റുപ്പീസിൻ്റെ പെട്രോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇനി ഒരു 800 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ഒരു 450 അങ്ങനെ എന്തെങ്കിലും കിട്ടുള്ളൂ. അതിനിവിടെ സർജ് ഉണ്ടെങ്കിൽ ഭാഗ്യം. നേരെ ഓർഡർ എടുത്തു. കേക്കാണ്. കേക്ക് ഷുഡ് ബി കെയർഫുൾ, അതിന് ഡാമേജ് വരരുത്. സത്യം പറഞ്ഞാൽ കേക്കിന് എക്സ്ട്രാ എന്തെങ്കിലും പൈസ തരണം, കാരണം ഇത് കൊണ്ടുപോകാൻ പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. സ്റ്റിൽ നമുക്ക് ആകെ സെയിം ഓർഡർ പ്രൈസ്. ഇത് നമ്മളെ IIM എന്നായിരുന്നു. ഐ തിങ്ക് ലാസ്റ്റ് ടൈം ഞാൻ NIT എന്നിട്ട് പറഞ്ഞത്. എനിവേ IIM-ൽ നേരെ ചെന്നു. അവിടെ ആസ് യൂഷ്വൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അവിടെ ഒത്തിരി സ്വിഗ്ഗിക്കാർ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് നോക്കുവാണെങ്കിൽ എല്ലാം കുന്നമംഗലം ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ആൻഡ് നമ്മൾ നേരെ ചെന്നു. കുറച്ച് ഡിലേ ആയെങ്കിലും ഞാൻ കൊടുത്തു. ഒരു ചെറിയ പൊട്ടത്തരം ചെയ്തു. ഞാൻ 11 മണിക്ക് ക്ലോസ് ചെയ്യേണ്ടതിന് പകരം 10:48 ഞാൻ ക്ലോസ് ചെയ്തു പോയി. ആപ്പ് ഓഫാക്കി പോയി. സോ തിരിച്ച് ടൗണിലേക്ക് പോകാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അപ്പം ഐ ഹാവ് ടു ഫോർഗെറ്റ് അവർ സെർച്ച്, കാരണം വേറെ വഴിയില്ല. സോ നേരെ ഓഫ് ഡ്യൂട്ടി എടുത്തു. സെർച്ച് മറന്നുകൊണ്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് ചെന്നു. ചെറുതായിട്ടൊരു ഫുഡെല്ലാം അടിച്ച് വിശന്നുണ്ട്. അത്രയും വിശന്നുകൊണ്ട് മാത്രം കേട്ടോ ഹെവി ആയിട്ട് കഴിച്ചു.